നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റൂ ആണ് മിക്ക വീടുകളിലും തയ്യാറാക്കുക. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ഇതൊരു നാടൻ രീതിയിലാട്ടോ തയ്യാറാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് 3/4 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് എല്ലോട് കൂടിയുള്ള പീസസാണ് കുറച്ചും കൂടി നല്ലത്. ബോൺലെസ് വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കാം. ആവശ്യമുള്ളത് കുറച്ച് കരിവേപ്പില, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാള. ചെറുതാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ 1 എടുക്കുക. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമായിട്ടുണ്ട്. അതായത് 1/2 കപ്പ് രണ്ടാം പാലും 1/2 കപ്പ് ഒന്നാം പാലും എടുത്ത് വെക്കുക. കൂടാതെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിനായി ചൂട് കട്ടിയുള്ളൊരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 ബേ ലീവ്സ്, പട്ട, 3 ഗ്രാമ്പൂ, 1 സ്റ്റാർ ഇൻസ്, 3 ഏല. ഇപ്പോൾ 3/4 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഈ ഒരു അളവിന് ചേർത്തത്. കൂടുതൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. ഇനി ഹോൾ ഗരം മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഇതിലോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 മതിയാക്കും. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കണേ. ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒത്തിരി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് ഉള്ളി വഴറ്റിയെടുക്കാൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതിയാകും. ചിക്കൻ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർക്കാം. വഴറ്റുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒത്തിരി അങ്ങ് കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റൂവിന് ആ ഒരു കളർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അതായത് ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കില്ല. മാക്സിമം ഒരു 5 മുതൽ 6 മിനിറ്റ് മതിയാകും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ചിക്കൻ്റെ കളർ മാറി ചെറുതായിട്ടൊരു വൈറ്റ് കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കണേ. ചിക്കൻ സ്റ്റൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും തയ്യാറാക്കാം. പക്ഷേ കുക്കറിൽ തയ്യാറാക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ കടായിൽ വെച്ചിട്ട് ഒരു സ്ലോ കുക്കിംഗ് ആണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ചിക്കൻ സ്റ്റൂ വളരെ ട്രഡീഷണൽ ആയിട്ടൊരു ഡിഷാണ്. അതായത് ക്രിസ്മസിന് മിക്ക വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂ ആയിരിക്കും അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ എല്ലോട് കൂടിയ പീസസ് തന്നെ എടുക്കണേ. അതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കണേ. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ്റെ കളർ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. ഇടത്തരം വലിപ്പമുള്ള തേങ്ങയിൽ നിന്നാണ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തത്. രണ്ടാം പാൽ 1.5 മുതൽ 2 കപ്പ് വരെ ചേർക്കാം. പിന്നെ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതനുസരിച്ച് വേണം രണ്ടാം പാൽ ചേർക്കാനായിട്ടുള്ളത്. രണ്ടാം പാലിലാണ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് ഇതിൽ ചേർത്ത ഹോൾ ഗരം മസാലയുടെ മണമാണ്. ഈ സമയം കൊണ്ട് തന്നെ ചിക്കനും ക്യാരറ്റും പൊട്ടറ്റോയും അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. തൊട്ട് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി എരിവ് ഉണ്ടാവില്ല. പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. എല്ലാം ചേർത്തതിന് ശേഷം 1-2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഗ്രേവിക്ക് കുറച്ചും കൂടി തിക്നെസ് കിട്ടാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും. പക്ഷേ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഒരു ടേസ്റ്റും കൂടി മുന്നിട്ട് നിൽക്കും. ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം തീരെ സിമ്മിലാക്കുക. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാനായിട്ടുള്ളതാണ്. ഒന്നാം പാൽ ചേർക്കുമ്പോൾ ഇതുപോലെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഒന്നാം പാൽ തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ചു പോവും. രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ലിഡ് വെച്ചൊന്ന് അടച്ചുകൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് താളിച്ചും കൂടി ചേർക്കണം. താളിച്ചും കൂടെ ചേർത്താൽ മാത്രമേ ചിക്കൻ സ്റ്റൂ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. നെയ്ക്ക് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ട് നെയ്യാണ് ചേർക്കുന്നത്. ഇതുപോലെ സ്പെഷ്യൽ ദിവസത്തിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നെയ്യ് തന്നെ ചേർക്കണേ. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇതുപോലെ ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ കിസ്മിസും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൽ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ മല്ലിയില ചേർക്കുന്നതിനെക്കാട്ടിലും കരിവേപ്പില മാത്രം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് മസ്റ്റായിട്ട് ചേർക്കണേ. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. സാധാരണയായിട്ട് ചിക്കൻ സ്റ്റൂവിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാലപ്പമാണ്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ അതേ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂവിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ബ്രെഡ് ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ബ്രെഡിൻ്റെ മുകളിലോട്ട് ചിക്കൻ സ്റ്റൂ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ചിക്കൻ സ്റ്റൂവിൽ കുതിർന്നിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണും. താങ്ക്